എല്ലാ തെരഞ്ഞെടുപ്പിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾ, വാക്പോരുകളും ഒക്കെ ഉണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പതിവ് തെറ്റിയിട്ടില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇതാ മൂർച്ച കൂട്ടുകയാണ് ഓരോ മുന്നണികളും. പാലക്കാട് CPM BJP ഡീൽ എന്നതാണ് കോൺഗ്രസ് പ്രധാനമായി ഇപ്പോൾ ഉയർത്തുന്നത്. BJPയുമായുള്ള രഹസ്യധാരണയുടെ പുറത്താണ് CPM സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ആരോപിക്കുകയാണ്. NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം CPM BJP ഡീലിന്റെ ഭാഗമാണെന്ന് PK ശ്രീകണ്ഠൻ MPയും പറഞ്ഞു. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുള്ളൂ. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ തലേ ദിവസം കുപ്പായം ഇടിപ്പിച്ച് കാൻഡിഡേറ്റ് ആക്കുന്നതിൽ, അതും നിയമസഭയിലേക്ക്, വലിയ ദുരൂഹതയുണ്ട്. അതാണ് KC വേണുഗോപാലും VD സതീശനും പറഞ്ഞത്. കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ CPMും BJPയും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗൂഢാലോചന വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന തെളിവ്. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPM ഡീലുണ്ടെന്നും ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഡീലിന്റെ ഭാഗമെന്നും ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഇക്ബാൽ, നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വന്നപ്പോൾ പാലക്കാട് സീറ്റ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നില്ല CPIM. എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയില്ല? പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുന്നില്ല എന്നതായിരുന്നു ചോദ്യം. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ്, P സരിനെ നിർത്തിക്കൊണ്ട് വാശിയേറിയ മത്സരമാണ് CPM കാഴ്ചവെച്ചത്. അന്നുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സ്വതന്ത്രൻ എന്ന പേരിലേക്ക് CPM എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും കോൺഗ്രസ് ഇത്തരം ഒരു ആരോപണം ഉയർത്തുന്നത്. വിനീത, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം പല മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നു. കാരണം പാലക്കാട് നിയോജക മണ്ഡലം അത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം മുമ്പും ഉണ്ടായിരുന്നു. ഇത്തവണ ഏത് വിധേനയും ഈ പാലക്കാട് മണ്ഡലം പിടിക്കണം എന്നുള്ള ഒരു നീക്കവുമായാണ് CPM രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഉടനീളം CPM മുന്നോട്ട് വെച്ചിരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ പല ആളുകളുമായി സമീപിച്ചെങ്കിലും ഒരാളും തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് TK നൗഷാദ് എന്നുള്ള മുൻ MLA തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം CPM സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ പിന്നീട് പൊതു സ്വതന്ത്രനായി എന്തുകൊണ്ട് NMR റസാഖ് എന്ന് പറയുന്ന വ്യാപാരിയെ എത്തിച്ചുകൂടാ, അദ്ദേഹം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പിന്നീട് റസാഖുമായി CPM സംസാരിക്കുകയും റസാഖിനെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ റസാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് പാലക്കാട് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് തന്നെ റസാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. റസാഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണം അത് BJPയുമായി ഉണ്ടാക്കിയ ധാരണകൾ പ്രകാരമാണ്, BJPയുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായാണ് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ തലേ ദിവസം പോലും ഈ CPMയുമായി യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ആളാണ് റസാഖ്. അത്തരത്തിലുള്ള റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്ത് ഡീൽ ഉണ്ടാക്കിയാലും തങ്ങൾ മറികടക്കും, ഈ ഡീലുകളെല്ലാം പാലക്കാട് വിജയിക്കുമെന്നുള്ളത് VK ശ്രീകണ്ഠൻ പറയുന്നു. തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിലും ഇന്നത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഷാഫി പറമ്പിലും പറയുന്നത് തങ്ങൾ ജനങ്ങളുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഡീലുകൾ കൊണ്ട് ഈ CPMും BJPയും തമ്മിലുണ്ടാക്കിയുള്ള എല്ലാ ഡീലുകളും മറികടക്കും എന്നുള്ള കാര്യമാണ്. ശരി, VS രഞ്ജിത്ത് കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, നമുക്ക് അറിയാം BJP ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുവെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. ഈ CPMന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം അത് വളരെ പ്രസക്തവുമല്ലേ? കാരണം ഇതിൽ 3ാം സ്ഥാനത്തുള്ള CPMന്റെ കുറച്ച് വോട്ടുകൾ കിട്ടിയാൽ NDAക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരമൊരു ഡീൽ ഉണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം അത് ഗൗരവതരത്തിൽ തന്നെ കാണേണ്ടതല്ലേ? മാത്രവുമല്ല, ഇതിലിപ്പോൾ നമുക്കറിയാവുന്ന പോലെ P സരിൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ മത്സരിപ്പിച്ച മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ, CPM പറയുന്നത് അത് അദ്ദേഹത്തിന് വ്യാപാരി വ്യവസായി മേഖലയിലുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ അതൊക്കെ വോട്ടായി മാറുമെന്നതാണ്. അങ്ങനെ മാത്രം കരുതാനാകുമോ? വിനിത, ഈ ആരോപണത്തിന് വേണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്,
ഈ ഏത് ദുർബലപ്പെടുത്താനുള്ള, അതായത് സ്ഥാനാർത്ഥിയെ ദുർബലപ്പെടുത്താനുള്ള ഇടതുപക്ഷത്തിന്റെ ഏത് നീക്കവും അത് BJPയെ സഹായിക്കും എന്നുള്ളത് പൊതുവെ പാലക്കാട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ദുർബലമാകുമ്പോൾ ആ വോട്ടുകൾ BJPയിലേക്ക് പോകും എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സമവാക്യം നമുക്ക് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ പാലക്കാട് UDFന്റെ ജയം എന്ന് പറയുന്ന അവിടെ ഒരു 35,000-നും 40,000-നും ഇടയിൽ വരുന്ന മുസ്ലിം വോട്ടുകളാണ്, ന്യൂനപക്ഷ വോട്ടുകളാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെട്ടാൽ, ന്യൂനപക്ഷ വോട്ടുകൾ ഏകപക്ഷീയമായി UDFന് ലഭിക്കുന്നത് കൊണ്ടാണ് പാലക്കാട് എല്ലാ കാലത്തും ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും ശ്രീധരൻ 50,000-ൽ പരം വോട്ട് പിടിച്ചപ്പോഴും അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. സ്വാഭാവികമായിട്ടും LDF ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ, NMR റസാഖിനെ പോലെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിക്കുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യാൻ പോകുന്നത് പാലക്കാട് BJPക്കായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ഈ LDF കളത്തിലില്ല എന്ന് തോന്നുമ്പോൾ, മത്സരരംഗത്ത് LDF ഇല്ല എന്ന് തോന്നുമ്പോൾ അവിടെ LDFന്റെ പരമ്പരാഗത വോട്ടുകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കരിഷ്മയുള്ള സ്ഥാനാർത്ഥി അത് വോട്ട് പെട്ടിയിലാക്കിയാൽ അത് അതിശയപ്പെടാനില്ല. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാലക്കാട് ഡീൽ ആരോപണം UDF ഉന്നയിക്കുന്നത്. ശരി, അതാണ് രഞ്ജിത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രസക്തവുമാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക്, വോട്ട് കണക്കുകളിലേക്കൊക്കെ വരണം.